ഹായ് എവ്രിവൺ. ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, തമ്പനയിൽ കണ്ടതുപോലെ അർജുൻ എന്ന ചെറുപ്പക്കാരന്റെ ജീവൻ ഇന്ന് രക്ഷിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് വീഡിയോ. അപ്പോൾ ഈ കഴിഞ്ഞ 16-ാം തീയതി, ജൂലൈ 16-ാം തീയതി രാവിലെ ഒരു 8:30-ക്കാണ് അർജുൻ എന്ന് പറയുന്ന 30 വയസ്സുകാരനായിട്ടുള്ള ഒരു യുവാവ്, ഒരു ലോറി ഡ്രൈവറാണ്, കർണാടകയിലെ അങ്കോല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് മണ്ണിടിച്ചിലിൽ പെട്ട് കാണാതായിരിക്കുന്നത്. ഇന്ന് 6-ാമത്തെ ദിവസമാണ്. ഇത്രയും ദിവസമായിട്ടും അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അർജുനു വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ രക്ഷാദൗത്യ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അപ്പോൾ ഇന്ന് ഉച്ചതിരിഞ്ഞൊരു 2 മണിയോടുകൂടി ഇന്ത്യൻ സൈന്യം അഥവാ ഇന്ത്യയുടെ കരസേന രക്ഷാദൗത്യത്തിന് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ അവരും തെരച്ചില് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതുവരെ ഈ നിമിഷം വരെ അർജുനെ കണ്ടെത്താനോ അല്ലെങ്കിൽ അർജുന്റെ വാഹനമോ അതിന്റെ എന്തെങ്കിലും ഒരു പാർട്സോ കാര്യങ്ങളോ ഒന്നും കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിപ്പം 6-ാമത്തെ ദിവസമാണ് അർജുനെ കാണാതായിട്ട് ഈ ഒരു തിരച്ചില് തുടരുന്നത്. അപ്പൊ ഈ അർജുൻ എന്ന് പറയുന്ന ഈ ഒരു യുവാവ് കോഴിക്കോട് സ്വദേശിയാണ്. 30 വയസ്സുള്ള ഒരു ലോറി ഡ്രൈവറാണ്. ഈ അപകടം ഉണ്ടായിരിക്കുന്നത് കർണാടകയിലാണ്. കർണാടകയിലെ അങ്കോല എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഉത്തര കന്നഡ ജില്ലയിലെ അങ്കോല താലൂക്കിലെ ഷിരൂർ കുന്നുകളുണ്ട്. ആ കുന്നിന്റെ താഴെയാണ് ഈ ഒരു മണ്ണിടിച്ചിലും ഉണ്ടായത്. ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വരി പാതയാണ്. അവിടെ ലോറികളും മറ്റു കാറുകളും മറ്റു വാഹനങ്ങളും ഒക്കെ നിർത്തിയിട്ടിരുന്ന ഒരു സ്ഥലത്തേക്കാണ് ഈ ഒരു ഷിരൂർ കുന്നിലെ മണ്ണ് ഇടിഞ്ഞു വീണ് അവിടെ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ പറഞ്ഞ ഈ ഒരു ഷിരൂർ കുന്നിന്റെ താഴെയുള്ള ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ 2 വരി പാതയാണ്. അപ്പോൾ അവിടെ ഈ ഒരുപാട് ലോറികൾ മറ്റു വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അതിനോട് ചേർന്ന് ആ ഒരു വരിയുടെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ടീ ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു ചെറിയ ധാബ ഉണ്ടായിരുന്നു. ആ ടീ ഷോപ്പ് എന്ന് വെച്ചാൽ ഒരു ഫാമിലി നടത്തിക്കൊണ്ടിരുന്ന ഒരു ടീ ഷോപ്പാണ്. 5 അംഗങ്ങളുള്ള ഒരു ടീ ഷോപ്പായിരുന്നു. അംഗങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു കുടുംബം നടത്തിക്കൊണ്ടിരുന്ന ഒരു ടീ ഷോപ്പായിരുന്നു. അപ്പൊ ഈ ഒരു ദുരന്തം ഉണ്ടായ ദിവസം തന്നെ ഈ 5 പേരും ആ ഒരു മണ്ണിടിച്ചിലും ഒലിച്ചുപോയി. മാത്രമല്ല, ആ ദിവസം തന്നെ, ആദ്യത്തെ ദിവസം തന്നെ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അപ്പൊ അതില് നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ, ആ കൂട്ടത്തില് ഒരു മുതിർന്ന സ്ത്രീ ഉണ്ടായിരുന്നു. ആ ഒരു കുടുംബത്തിലെ മുത്തശ്ശി ആയിരിക്കും മേ ബി. അപ്പൊ അവരുടെ ബോഡി കിട്ടിയത്, അവരുടെ ബോഡി 2 പാർട്ടായിട്ടാണ് കിട്ടിയത്. ഒരു ഭാഗത്ത് നിന്ന് മുകൾ ഭാഗത്ത് അപ്പർ ബോഡിയും അതുപോലെ 2 കാലുകളുടെ ഭാഗങ്ങൾ വേറൊരു സ്ഥലത്തു നിന്നുമാണ് കിട്ടിയത്. അപ്പൊ ഈ കല്ലിലും മണ്ണിലും ഒക്കെ ഇടിച്ച് ബോഡി 2ആയിട്ട് സ്പ്ലിറ്റ് ആയിരിക്കണം ഇവരുടെ ഈ ഒരു ബോഡി ഇങ്ങനെ പോയത്. അപ്പം അത്രയും ദുഷ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ ഉണ്ടായത്. ഈ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ ഇത് മാംഗ്ലൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു ഹൈവേ ആണ്. ഈ പറഞ്ഞ സ്ഥലത്ത്, ഈ അപകടം നടന്ന സ്ഥലത്തുള്ള ആ ഒരു റോഡ്. ഈ റോഡിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഗംഗാവലി റിവർ ആണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഗംഗാവലി നദിയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നദിയിലേക്കാണ് ഈ അപകടം ഉണ്ടായപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒലിച്ചു വീണത്. അത് ചെറിയ അപകടമൊന്നും അല്ലായിരുന്നു, അത്രയും ഭീകരമായിട്ടുള്ള ഒരു അപകടമായിരുന്നു. അതായത് ആ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായപ്പം ആദ്യത്തെ റോഡും കടന്ന് അടുത്ത റോഡും കടന്ന് അതിൻ്റെ അപ്പുറത്തുണ്ടായിരുന്ന ഈ ഒരു ടീ ഷോപ്പും കാര്യങ്ങളും എല്ലാം ഇടിച്ച് നിരത്തിയാണ് ഇതെല്ലാം വെള്ളത്തിലേക്ക്, ഈ ഒരു പുഴയിലേക്ക്, ഈ ഒരു ഗംഗാവലി റിവറിലേക്ക് വീണത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും തീവ്രമായിട്ടുള്ള ഒരു മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായത്. അപ്പൊ ഈ ഒരു പാത നിർമ്മിച്ചിരിക്കുന്നത്, ഈ 2 വരി പാത, ആ ഒരു മാംഗ്ലൂരിലേക്കുള്ള ആ ഒരു ഹൈവേ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആ ഒരു മല കട്ട് ചെയ്തിട്ടാണ്, ആ ഒരു ഷിഗോറ കുന്ന് കട്ട് ചെയ്തിട്ടാണ് ആ ഒരു റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിപ്പം ഓൾമോസ്റ്റ് പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അവിടെ മണ്ണിടിച്ചിലുണ്ടാവും, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ, ഇതുപോലത്തെ നാച്ചുറൽ കലാമിറ്റീസും ഡിസാസ്റ്റേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ സമയത്ത് പോലും അവിടെ ഒരുപാട് ഇതുപോലത്തെ മണ്ണിടിച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ പറഞ്ഞതുപോലെ അവിടെ ഈ മണ്ണിടിച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നത് ഈ കഴിഞ്ഞ 16-ാം തീയതി, അതായത് ഈ ഒരു അപകടം നടന്ന ദിവസമാണ് ഇത്രയും തീവ്രമായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു മണ്ണിടിച്ചിൽ ആ ഭാഗത്ത് ഉണ്ടാവുന്നത്. ഈ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കോഴിക്കോട് സ്വദേശിയാണ്. 30 വയസ്സുള്ള വിവാഹിതനായിട്ടുള്ള ഒരു യുവാവാണ് അർജുൻ.
അപ്പൊ അർജുൻ ഒരു ലോറി ഡ്രൈവറാണ്. അർജുൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് തടിയാണ്, തടിയുടെ ട്രാൻസ്പോർട്ടേഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ അർജുന്റെ ആ ഒരു ലോറി ആ സമയത്ത് ചെയ്തത് പൂനെ ഭാഗത്ത് നിന്ന് മാംഗ്ലൂർ ഭാഗത്തേക്ക് തടി കൊണ്ടുവരുമായിരുന്നു. അപ്പൊ തടി കൊണ്ടുപോകുന്ന ഒരു അതിലാണ് അർജുൻ മെയിൻ ആയിട്ട് ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നപ്പോൾ ഈ ഒരു ഭാഗത്ത്, ഈ ആക്സിഡന്റ് നടന്ന ഭാഗത്ത് അർജുൻ ലോറി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പാർക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്ന സമയത്ത് മേ ബി ഒരു പക്ഷേ അതിനടുത്തുള്ള ടീ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലോറിയിൽ റെസ്റ്റ് എടുക്കുന്നുണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ സൈഡിലാണ് ഗംഗാവലി എന്ന് പറയുന്ന ആ ഒരു റിവർ ഒഴുകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് ഈ ലോറി ഡ്രൈവേഴ്സ് ഒക്കെ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഒന്നുകിൽ ആ നദിയിൽ കുളിക്കാനോ ഒക്കെ ഇറങ്ങാം, അതുപോലെ ആ ഭാഗത്തുള്ള ടീ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാനോ ഒക്കെ പോകാം. ഇനി അതല്ല എങ്കിൽ അവർ സ്വന്തം വാഹനത്തിൽ തന്നെ റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. അപ്പം ബാക്കി വണ്ടികൾ, പല വണ്ടികളും അല്ലെങ്കിൽ അപകടത്തിൽ പെട്ടു എന്ന് കരുതുന്ന ആൾക്കാരുടെ ഡെഡ് ബോഡീസും ഒക്കെ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അർജുൻ്റേത് മാത്രം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിനർത്ഥം ഒരു പക്ഷേ അർജുൻ വാഹനത്തിൽ തന്നെ സുരക്ഷിതനായിട്ട് ആ മണ്ണിനടിയിൽ ഉണ്ടാവാം. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പൊ ഈ ഒരു സമയത്ത്, ഈ ഒരു അപകടം നടന്ന സമയത്ത് ഒരു 8:30, ഒരു 8:30 ആ ഒരു സമയത്താണ് ഈ അപകടം നടന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അപ്പം അതിനനുസരിച്ച് അർജുൻ ആ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ ഇപ്പോഴും അർജുൻ മണ്ണിനടിയിലോ ഉണ്ടാവാം. പക്ഷെ ഇത്രയും ദിവസമായിട്ട് രക്ഷാപ്രവർത്തനം വൈകുന്നുണ്ട്. പല കാരണങ്ങളുണ്ടാവാം. അവർ മുന്നോട്ട് വെക്കുന്ന കാരണങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെട്ടിമുടി ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ദുരന്ത മുഖത്തുനിന്ന് പല ഡെഡ് ബോഡീസും കിട്ടിയിട്ടുണ്ട്, പലരെയും രക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ പലയിടത്തും നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് പേര് ചേർന്ന് സഹായങ്ങൾ മുന്നോട്ട് നീട്ടി. അതുപോലെ തന്നെ പലരും അവരുടെ മാൻ പവർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മണി ഉപയോഗിച്ചോ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കർണാടകയിൽ ഇത് ചെയ്യുന്നില്ല എന്ന് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റ് ഇടുന്നു, പോസ്റ്റ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടുത്തെ സ്ഥിതിയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ശരിയാണ്, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഒരു ജീവനെ നമ്മൾ വില കൊടുത്ത് ആ ജീവനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. പക്ഷേ അവിടെ പ്രവർത്തനത്തിന് ഇറങ്ങുന്നതും മനുഷ്യരാണ്. അപ്പോൾ അവരുടെ ജീവനും കൂടെ നോക്കണം. പക്ഷെ ഇതിപ്പോ നമ്മൾ പറയും നമ്മളുടെ ഫാമിലിയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അതും ശരിയാണ്. അപ്പൊ നമ്മൾ വികാരത്തിന്റെ പുറത്ത് മാത്രം ഒന്നും ചിന്തിച്ചിട്ടോ ചെയ്തിട്ടോ കാര്യമില്ല. നമുക്ക് എല്ലാ സൈഡും കൂടെ നോക്കണം. അപ്പം നമുക്ക് അവിടെ എത്രയും പെട്ടെന്ന് അർജുൻ എന്ന് പറയുന്ന ആ ഒരു ജീവനെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അതുപോലെ തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നവരുടെ സൈഡിൽ നിന്ന് ഒരു ഉദാസീനത ഉണ്ടാവാതെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യാതെ, അവർ ചെയ്യുന്ന മിഷന്റെ ആ ഒരു സീരിയസ്നെസ് അവർ മനസ്സിലാക്കി ആ ഒരു കാര്യത്തിൽ ആത്മാർത്ഥതയോടുകൂടി ആ ഒരു ജീവന് വേണ്ടിയിട്ടാണ് തിരയുന്നത്. ആ ജീവനെ കാത്തിരിക്കുന്ന കുറച്ച് മനുഷ്യര് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുണ്ട് എന്നൊക്കെ കൺസിഡർ ചെയ്ത് രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ മുന്നോട്ട് വരികയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ അവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നത് കാലാവസ്ഥ തന്നെയാണ്. കാരണം കനത്ത മഴയാണ് അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ആ ഒരു റോഡ് വെട്ടിയിരിക്കുന്നത് അതിന്റെ സൈഡിലുള്ള ആ ഒരു മല കട്ട് ചെയ്തിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പം എന്തായാലും അവിടെ വീണ്ടും വീണ്ടും മണ്ണിടിച്ചിലിനുള്ള വീണ്ടും ചാൻസ് ഉണ്ടാവും. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പൊ കനത്ത മഴയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിശക്തമായ കാറ്റും വീശുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ മണ്ണ് ഈ ഒരു മഴയിലൊക്കെ കുതിർന്നു കിടക്കുന്ന ഒരു മണ്ണാണ്. അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ മണ്ണ് മാന്തി യന്ത്രം, JCB ഒക്കെ ഉപയോഗിച്ച് അവിടുത്തെ മണ്ണൊക്കെ മാറ്റി ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഒരുപാട് കൂടും. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ പതുക്കെയാണ് ഈ ഒരു രക്ഷാദൗത്യം ആ ഒരു സംഘം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്ന് രാവിലെ മുതൽ ഈ ഒരു രക്ഷാപ്രവർത്തനം കുറച്ച് സ്പീഡിലാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം അർജുന്റെ കുടുംബം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇമെയിൽ അയക്കുന്നുണ്ടായിരുന്നു. അതുപോലെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. അതിനൊക്കെ ഫലമായിട്ടാവണം ഇന്ന് ഇന്ത്യൻ കരസേനയെ ആ ഒരു ദുരന്ത മുഖത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമാവുകയും അവരെത്തുകയും ഒരു 3 ബസ്സിലായിട്ടൊരു 40 അംഗ സംഘം അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് അർജുനെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം.
ഞാൻ പറഞ്ഞതുപോലെ ഷിരൂർ കുന്നിന്റെ താഴെയാണ് ഈ ഒരു റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു റോഡിന്റെ സൈഡിലുള്ള ഇടതുവശത്തുള്ള ആ ഒരു കുന്നുകൾക്ക് വിള്ളൽ വീണിട്ടുണ്ട്, വലിയ രീതിയിലുള്ള വിള്ളലുകളുണ്ട്. മാത്രമല്ല ഈ കനത്ത മഴയും കാര്യങ്ങളും എല്ലാം പെയ്യുന്നത് കാരണം അവിടെ ആകെപ്പാടെ കുറച്ച് സിറ്റുവേഷൻ ഇച്ചിരി മോശമാണ്. അപ്പൊ രക്ഷാപ്രവർത്തനവും ഇച്ചിരി ദുഷ്കരമായിട്ട് തന്നെയാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനം എത്രത്തോളം ഇന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇവിടെ സൈന്യം ഇറങ്ങിയിട്ടുണ്ട് രക്ഷാ ദൗത്യത്തിന് വേണ്ടിയിട്ട്. അവിടെ തിരച്ചിൽ വീണ്ടും ഇങ്ങനെ തുടരുകയാണ്. പക്ഷെ ഈ നിർത്താതെ പെയ്യുന്ന കനത്ത മഴയും ശക്തമായ കാറ്റും മൂലം വീണ്ടും ഇടയ്ക്ക് വെച്ച് ഈ ഒരു പ്രവർത്തനം രക്ഷാ ദൗത്യം നിർത്തിവെക്കുമോ എന്നുള്ള ഒരു ഭയവും പലരിലും ഉണ്ട്. ഇന്നലെ വൈകിട്ട് ഈ ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് റഡാർ ഉപയോഗിച്ച് ഒരു തിരച്ചിൽ നടത്തിയായിരുന്നു. അപ്പൊ ആ ഒരു തിരച്ചില് യന്ത്രഭാഗങ്ങളുടെ വാഹനത്തിന്റെ യന്ത്രഭാഗത്തിന്റെ ആണെന്ന് സംശയിക്കുന്ന രീതിയിൽ കുറച്ച് സിഗ്നലുകൾ ലഭിച്ചായിരുന്നു. പക്ഷെ അത് വെറും സംശയം മാത്രമാണ്, അത് ഈ അർജുന്റെ വാഹനമാണെന്ന് യാതൊരു ഉറപ്പുമില്ല. അങ്ങനെ അതൊരു വാഹനത്തിന്റെ യന്ത്രഭാഗമാണെന്നാണ് വിദഗ്ധ സംഘം പറഞ്ഞത്. പക്ഷെ ആ ഒരു ഭാഗത്ത് വീണ്ടും കൂടുതൽ മണ്ണ് മാറ്റി തെരച്ചിലുകൾ നടത്തിയിട്ടും വീണ്ടും കാര്യമായിട്ടൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ ഭാഗത്ത് ഒരുപാട് മരങ്ങളൊക്കെ ഇങ്ങനെ കടപുഴകി വീണ് കിടപ്പുണ്ട്. ഈ ഒരു മണ്ണിടിച്ചിലിനെ തുടർന്ന് സ്വാഭാവികമായിട്ടും ഒരുപാട് മരങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ കിടക്കും. അപ്പൊ അതൊക്കെ ഈ ഒരു തിരച്ചിലിനെ ഭയങ്കര കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം അതിജീവിച്ചാണ് ഈ ഒരു ദൗത്യ സംഘം അവിടെ തിരച്ചിൽ തുടരുന്നത്. ഈ നടന്ന മണ്ണിടിച്ചില് ഇത്രയും തീവ്രതയേറിയ ഒരു മണ്ണിടിച്ചിലായിരുന്നു. കാരണം കഴിഞ്ഞ സമീപകാലത്ത് ആ ഒരു ഏരിയയിൽ നടന്ന മണ്ണിടിച്ചിലുകളെക്കാളും ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു ദുരന്തമായിരുന്നു ഈ കഴിഞ്ഞത്. അപ്പം ഈ ഒരു റോഡിന്റെ 2 വരി പാതയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു കുന്നുകള് അല്ലെങ്കിൽ ആ ഒരു മല എന്ന് പറഞ്ഞാല് ചെറിയ കുന്നോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മൾ ആ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ ചെറിയൊരു കുന്നാണല്ലോ. പക്ഷെ ഏകദേശം ഒരു 60,000 ടണ്ണോളം ഭാരമുള്ള കല്ലുകളും അതുപോലെ മണലുകളും ഒക്കെയാണ് ആ ഒരു മണ്ണിടിച്ചിൽ ആ ഒരു റോഡിലേക്ക് വീണിരിക്കുന്നത്. ഒരു റോഡല്ല, 2 വരി റോഡിലേക്കും വീണു. പിന്നെ അതിനപ്പുറത്തുള്ള പുഴയിലേക്കും ആ ഒരു റിവറിലേക്കും ഇതെല്ലാം ചെന്ന് വീഴുകയാണ് ചെയ്തത്. അപ്പൊ അത്രയും തീവ്രമായിട്ടുള്ള ഈ ഒരു പ്രശ്നത്തില് നമ്മൾ ഒരു ജീവന് വേണ്ടിയിട്ടാണ് തിരച്ചിൽ നടത്തുന്നത്. അപ്പോൾ ആ ഒരു തിരച്ചിൽ നടത്തുന്ന സംഘത്തിനും അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം, സ്വാഭാവികമാണ്. കനത്ത മഴ അതുപോലെ കാറ്റ് ഇങ്ങനത്തെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം അവർക്ക് അതിജീവിക്കേണ്ടി വരും. എന്നിരുന്നാലും ഈ ഒരു സ്ഥലം ഇപ്പൊ നമുക്ക് ഈ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പം ഒരു സ്ഥലം നമുക്ക് മണ്ണിടിച്ചിൽ ഉണ്ടാവുന്നതിന് മുൻപും പിൻപും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മൾ അവിടെ ചിലപ്പോൾ ഇവിടെ ആയിരുന്നു, മുമ്പുണ്ടായിരുന്ന സ്ഥലം നമുക്ക് മനസ്സിലാവതേയില്ല. മുമ്പുണ്ടായിരുന്ന പോലെയല്ല മണ്ണിടിച്ചിലിന് ശേഷം ആ ഒരു സ്ഥലം കാണപ്പെടുന്നത്. അതായത് ഒരുപക്ഷെ നേരത്തെ അവിടെ കുറെ കടകളും വീടുകളും സ്ഥാപനങ്ങളും ബസ് സ്റ്റോപ്പും അല്ലെ പോസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ മണ്ണിടിച്ചിൽ എന്ന് പറയുമ്പം ഇതെല്ലാം കൂടെ നിലം പരിശായിട്ട് മണ്ണിങ്ങനെ കൂനയായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. അപ്പൊ നമുക്ക് ആ ഒരു സ്ഥലം തിരിച്ചറിയാനേ പറ്റത്തില്ല. അപ്പൊ ആ ഒരു സ്ഥലത്ത് എവിടെയായിരുന്നു എക്സാക്ട്ലി അർജുൻ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അർജുൻ എവിടെയായിരുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ ഇച്ചിരി പ്രയാസമാണ്. അതൊക്കെയാണ് ഈ ഒരു ദൗത്യം ഇത്രയും വൈകാനും കാരണമായിട്ടുള്ളത്. പിന്നെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയാണ് മറ്റൊരു ഫാക്ടർ. അപ്പം ഈ ഒരു മൺകൂനയ്ക്ക് അടിയിൽ നിന്ന് അർജുൻ എന്ന് പറയുന്ന ഒരു 30 വയസ്സുകാരനായിട്ടുള്ള മലയാളി യുവാവിനെ ജീവനോട് തന്നെ അത് സുരക്ഷിതനായിട്ട് തന്നെ ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് തിരിച്ചു കിട്ടട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് സൺഡേ ഈവനിങ് ആണ്. അപ്പം ഈ ഒരു വീഡിയോ എടുക്കുന്നത് വരെ ഇതുവരെ അർജുനെ കിട്ടി എന്നൊരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അങ്ങനെ ഒരു നല്ല വാർത്ത, ഒരു എല്ലാവർക്കും സന്തോഷം തരുന്ന, അർജുന്റെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും കിട്ടുന്ന ആ ഒരു വാർത്ത എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. നമുക്ക് എല്ലാവർക്കും അർജുൻ തിരിച്ചു വരുന്നതിനായിട്ട് കാത്തിരിക്കാം. താങ്ക് യു.